നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ മക്കൾ സമാധിയിരുത്തിയ ആറാലുമൂട് കാവ് വിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ പോസ്റ്റ്മോർട്ടം ചർച്ചയാക്കുന്നത് സ്വാഭാവിക മരണത്തിന്റെ സാധ്യതകൾ. ഗോപന്റെ മൂക്ക്, തല, മുഖം, നെറ്റി എന്നിവിടങ്ങളിൽ ചതവുണ്ടെങ്കിലും അത് മരണകാരണമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ചതവുകൾ മൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. അസ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊന്നും കണ്ടെത്തിയിട്ടില്ല. മരണകാരണം അറിയണമെങ്കിൽ ആന്തരിക പരിശോധന ഫലം പുറത്തു വരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഗോപന് ഗുരുതരമായ നിരവധി അസുഖങ്ങളുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കരൾ, വൃക്ക സംബന്ധമായ ഗുരുതര രോഗങ്ങളുണ്ടായിരുന്നു. ഹൃദയധമനികൾ 75% അടഞ്ഞ നിലയിലായിരുന്നു. കാലിൽ ഗുരുതരമായ നിലയിൽ അൾസർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഗോപന്റെ സമാധിയിൽ വിവാദങ്ങൾ ഉയർന്നതിന് പിന്നാലെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയിരുന്നു. പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികതയൊന്നും ഇല്ലെന്നും കണ്ടെത്തിയിരുന്നു. മരണകാരണം സംബന്ധിച്ച വ്യക്തതയ്ക്കാണ് കൂടുതൽ പരിശോധന നടത്തിയത്. ലിവർ സിറോസിസും വൃക്കകളിൽ സിസ്റ്റും കാലിൽ അൾസറുമുണ്ട്. ഇരുത്തിയ നിലയിൽ ഭസ്മങ്ങളും പൂജാദ്രവ്യങ്ങളും കൊണ്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. ഗോപന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പരാതി ലഭിച്ചതിന് പിന്നാലെയായിരുന്നു സമാധി കല്ലറ തുറന്നത്. സമാധിയെ തുടർന്ന് മക്കൾ സ്ഥാപിച്ച സമാധി കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. ജനുവരി 9 സ്വർഗവാതിൽ ഏകാദശി ദിവസം പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് സമാധി ഇരുത്തിയതെന്നായിരുന്നു മക്കളുടെ മൊഴി. തുടർന്നായിരുന്നു വിവാദം ഉയരുന്നത്. തലയിൽ കരുവാളിച്ച പാടുകൾ കണ്ടതായി നേരത്തെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞതായി കണ്ടത് മക്കൾ സമാധി സ്ഥലത്തിരുത്തിയപ്പോൾ ഉള്ളിലായതാണെന്നും സംശയങ്ങൾ ഉയർന്നിരുന്നു. വിവാദം ഉടലെടുത്ത ഘട്ടത്തിൽ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സമാധിയുമായി ബന്ധപ്പെട്ട് 41 ദിവസത്തെ പൂജകളുണ്ടെന്നും കല്ലറ പൊളിക്കാൻ അനുവദിക്കരുതെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ഇത് കോടതി തള്ളിയതോടെയാണ് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തത്.